മലയാള സോങ് അല്ലേ ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ സ്വന്തം മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ പവലിയൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അല്ലേ. ഇന്ത്യൻ പവലിയൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. LCD ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഓരോ വിഷ്വലായിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പവലിയൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അൽ ഹിന്ദ്, ഭാരത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പവലിയൻസിൽ ഒന്നാണ് ഇന്ത്യ. കണ്ടില്ലേ, നീണ്ടൊരു ക്യൂ തന്നെ നമുക്കിവിടെ കാണാം. നമ്മൾ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും വെൽക്കം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വെൽക്കം, സുസ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് പല ലാംഗ്വേജിലും കാണാം. നമസ്തേ. അങ്ങനെ നമ്മളിതാ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പവലിയൻ വളരെ കളർഫുള്ളാണ് കേട്ടോ. നമ്മളൊരു ബഹിരാകാശത്ത് ചെന്നൊരു ഫീലിംഗ് ആണ്. മംഗൾയാനൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സ്പേസിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ്. ഏത് ഇയറിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് രസമായില്ലേ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ISRO. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ സ്പേസ് ആക്ടിവിറ്റിയാണ് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം ടോട്ടലി നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ലോകത്തിന് മുന്നിൽ യോഗ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലുക്ക് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ. ഈ ഒരു സെക്ഷനിൽ 4 ഭാഗവും പച്ചപ്പ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് കേട്ടോ. and their benefits. ആയുർവേദ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ മെയിനായിട്ട് പ്രകൃതി രമണീയാണ് കാണിച്ചു തരുന്നത്. സൂപ്പർ. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സസ്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പല തരത്തിലുള്ള വാഴ, ചേമ്പ് ഒക്കെ നമുക്കിവിടെ കാണാം. അടിപൊളിയല്ലേ. ഇവിടെ പറഞ്ഞാൽ ഗാർഡനിങ്ങും അതുപോലെ നല്ല വ്യൂസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നാച്ചുറലി ആയിട്ടും ബ്യൂട്ടിഫുൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കൊടുത്തത്. യൂട്യൂബർമാരൊക്കെ പറഞ്ഞത് നിലവാരമില്ല, പക്ഷേ നൈസാണ്. നമ്മളിനി അടുത്ത ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇവിടെ 3 ഫ്ലോറാണോ 4 ഫ്ലോറാണോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം.
ഈ ഒരു സെക്ഷനിൽ 4 ഭാഗവും സ്ക്രീൻ കൊണ്ട് ഇങ്ങോട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നൃത്ത കലാരൂപങ്ങളാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഓരോ സ്ക്രീനിലും പല സംഭവങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് കളരിപ്പയറ്റാണെങ്കിൽ അടുത്ത സ്ക്രീനിൽ മോഹിനിയാട്ടം ആണ് കാണിക്കുന്നത്. ഈ സ്ക്രീനിൽ കഥകളി, ശ്രീ കാശി വിശ്വനാഥ് ടെമ്പിൾ വാരണസിയിലാണ് ഇതുള്ളത്. സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. താജ്മഹലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ആഗ്ര, ഉത്തർപ്രദേശ്. നഹർഗാവ് ഫോർട്ട്, രാജസ്ഥാൻ. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വള്ളംകളി വേമ്പനാട് ലൈക്ക്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഉത്സവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹോളി, തൃശ്ശൂർ പൂരം അങ്ങനെ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പവലിയനിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടല്ലോ എന്നിങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ്. പട്ടോള ഇതൊരു തരം സാരിയാണ് കേട്ടോ. ഗുജറാത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഓരോ സംസ്ഥാനങ്ങളിലെയും ടൂറിസ്റ്റ് പരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആൻഡമാൻ. ഇതാ നമ്മുടെ കേരളം, ആലപ്പുഴയെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഡിഫൻസ്, കൺസ്ട്രക്ഷൻസ്, ബയോടെക്നോളജി, കെമിക്കൽസ് പരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഹായ്, ഇവിടെ കണ്ട ഒരു സിംഹം ചക്രം കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു സിംഹമാണ് കേട്ടോ. അതിങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളിലുള്ള നേതാക്കന്മാരായിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നാല് ഫ്ലോറിലായിട്ടല്ലേ? ആ, ഈ ഒരു ഫ്ലോറിൽ മെയിനായിട്ട് കോർപ്പറേറ്റ്സിനെ കുറിച്ചാണ്. കോർപ്പറേറ്റ്സ്, കമ്പനീസ്, പിന്നെ അതുപോലെ ഗ്രൂപ്പ്സ് ഒക്കെയാണ്. വേദാന്ത, റിലയൻസ്, ഫേസ്ബുക്ക്, ലുലു ഗ്രൂപ്പ്,
അങ്ങനെ അവരുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഫ്ലോറിൽ കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷെഡ്യൂൾഡ് ആക്ടിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. പല പ്രോഗ്രാംസും നടക്കാറുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ താഴെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. രാം മന്ദിർ. ഇവിടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് കാണുന്നത്. ഹിന്ദു മന്ദിർ. ഇത് അബുദാബിയിലുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും ഇവിടെ സ്വാഗതം. വെൽക്കം. എല്ലാം ഉണ്ടല്ലേ, ഹിന്ദി, അറബി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ത്യൻ പവലിയനിലെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാം. അങ്ങനെ നമ്മളിതാ നടന്ന് പാകിസ്ഥാൻ പവലിയൻ കണ്ടുപിടിച്ചു. വളരെ കളർഫുള്ളാണ് കേട്ടോ. നല്ല വെറൈറ്റി ലൈറ്റൊക്കെ വെച്ചിട്ട് കളർഫുള്ളാണ്, അടിപൊളി. അപ്പോൾ നോക്കാം. എൻട്രി ചെയ്യുന്ന ഭാഗത്ത് പല മോഡൽ ഭരണികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഹാരപ്പ, മോഹൻജദാരോ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ കാലങ്ങളിൽ ജനങ്ങൾ യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെയാണ്, ആഭരണങ്ങളും മറ്റ് സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഹൗസ് ബോട്ട് കാണാം. ഈ ഒരു ബോട്ടിന് ചരിത്രപരമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ട് മോഹനാസ് എന്ന സമൂഹം ജീവിച്ചിരുന്നത് ഇങ്ങനെയുള്ളൊരു ബോട്ടിലായിരുന്നു. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ, അതുപോലെ മുഹമ്മദ് റാഹിബ് മിറാനി എന്ന് പറഞ്ഞിട്ടുള്ള 2 വ്യക്തികളാണ്. ഇത് കണ്ടോ, പാകിസ്ഥാൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ഡ്രസ്സ് പല വെറൈറ്റിയിലുള്ള പേൾസൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്, കണ്ടില്ലേ. ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് ഒരു ക്യാപ്പ് പോലത്തെ ഒരു സംഭവമാണ്, തലയിൽ വെക്കുന്നതാണ് കേട്ടോ. ഒരുപാട് മുത്തുകളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്.
ഇവിടെ സ്ക്രീനിൽ അവരുടെ പള്ളികൾ അതുപോലെ പ്രാർത്ഥനകളൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പാത്രത്തിൽ റോസാപ്പൂവിൻ്റെ ഇതളും വെള്ളമൊക്കെ കാണാം. ഇവിടെ റെഡ് വിരിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ ഇൻഷാ അല്ലാ എന്നുള്ള വാക്ക് മാത്രം എനിക്ക് മനസ്സിലായി. ബാക്കി എന്തൊക്കെയോ ഉറുദുവിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. भटका हुआ राही तू, मंजिल है कहां तेरी, है लाले सहरा. ഈ കാണുന്നത് ഒരു തരം സാൾട്ടാണ് കേട്ടോ, ഉപ്പാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള ഹിമാലയത്തിൻ്റെ പ്രദേശത്തു നിന്ന് ഖനനം ചെയ്തിട്ടുള്ള സംഭവമാണിത്. ശുദ്ധമായ ഉപ്പാണ്, ഇന്ദുപ്പ് എന്നൊക്കെ പറയും, അഥവാ ഹിമാലയൻ പിങ്ക് സോൾട്ട്. ഈ പിങ്ക് സോൾട്ടിൻ്റെ പല വെറൈറ്റി കോമ്പോസിഷൻ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. വെള്ള, പിങ്ക് തുടങ്ങി പല വെറൈറ്റി കളറിലുള്ള സോൾട്ട് നമുക്കിവിടെ കാണാം. ഇത് എങ്ങോട്ടാണ് പോകണമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അടിപൊളി. നമ്മളൊരു കാടിനുള്ളിലൊക്കെ ചെന്നാലുള്ളൊരു വൈബ് എങ്ങനെയാണ് അതുപോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിക്കവാറും എക്സിറ്റ് ആകാനുള്ള വഴിയാകും. ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഇത് പാകിസ്ഥാൻ്റെ ക്രാഫ്റ്റ് വർക്കിംഗ് ആണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കാണ് ഇവിടെ. നല്ല മനോഹരമായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാകിസ്ഥാനിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അജു ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇന്തോനേഷ്യൻ്റെ പവലിയനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇത് ക്ലോസിംഗ് ആണ് കേട്ടോ. ഇറാഖിൻ്റെ എക്സിബിഷനാണ്. ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഇറാഖിൻ്റെതും ക്ലോസ്ഡ് ആണ്. ഇവിടെ സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9:30, 9:45 ആകുമ്പോഴേക്ക് പല പവലിയൻസും ക്ലോസിംഗ് ആണ്. മരത്തുമ്മ ബൾബൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ പവലിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.